ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കുഞ്ഞു ചാനലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ഈവനിങ് ടു നൈറ്റ് റൂട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചു, പൊന്നിച്ച് തൊഴുതു. അതിൻ്റെ സൈഡിൽ കണ്ട നമ്മുടെ വിളക്ക് വെക്കുന്ന സൈഡിൽ ഒരു കുരിശ് കണ്ട, അതിന് ചെറിയൊരു കഥയുണ്ട്. അമ്മക്ക് സുഖമില്ലാത്ത സമയത്ത് ക്രിസ്ത്യൻ കോൺവെൻറ്റ് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയത്. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ കൊടുത്തതാണ്. അത് നമ്മൾ കളയാണ്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പൂജാമുറിയിൽ എപ്പോഴും അത് അവിടെ കാണും. അങ്ങനെ അമ്മ സംഘത്തിന് പോയിട്ട് വരുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഒരു ഡ്രസ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാർ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ബിരിയാണി പീസിനൊക്കെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. പറങ്ങിപ്പൊടിയും മുളക് പൊടിയും, നമ്മൾ കണ്ണൂരുകാർ പറങ്ങിപ്പൊടി എന്ന് പറയും കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ആദ്യ മുതലായവയൊക്കെ ചേർത്തിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റിയത്. അപ്പം ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അടുപ്പിലാണ്. അടുപ്പിലാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തും കിട്ടും. എന്താ ഒരു ഉരുളിയിലൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. സംഭവം അത് മാത്രമല്ല, ഗ്യാസ് കഴിയാനായിന്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും ഗ്യാസിൽ 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് അടുപ്പിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. അതാ പണി അമ്മക്ക് കൊടുത്തു. നമ്മൾ ഉള്ളി അരിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റിലെ സമയത്താണ് ഉള്ളി അരിഞ്ഞത്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് കണ്ട് ഇരുട്ടായി. അങ്ങനെ നമ്മൾ ഒരു 7 മണിയായിട്ടുണ്ടാവും ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ 7 മണി ടു 9 മണീൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മിന്നൂസ് ഇങ്ങനെ ഇളകി നടക്കുന്നതുകൊണ്ട് കസേരമേൽ അവളെ ഇരുത്തിയിട്ടുണ്ട്. കസേരമേൽ ചാടി ഇറങ്ങും, വന്നാലും അവളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം അമ്മ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഞാൻ കുക്കറിൻ്റെ അകത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷേ ഉണ്ടാകുമ്പം എല്ലാം ഇട്ടിട്ടൊന്ന് ഒരു ബിരിയാണി വെച്ച് നോക്കിയാൽ അതൊരു പക്ക പെർഫെക്റ്റ് സംഭവമായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം മുതൽ ബിരിയാണിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. ഉള്ളിയൊക്കെ ആ നെയ്യിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒട്ടുമിക്ക സമയത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇങ്ങയും ഉള്ളി വറുക്കുന്നതെല്ലാം ഒഴിവാക്കലാണ്. എന്നാൽ ഇന്ന് അതൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് എൻ്റെ ബിരിയാണി ഞാൻ തയ്യാറാക്കിയത്. അപ്പം ഉള്ളിയൊക്കെ ആകുന്ന സമയത്ത് അമ്മ പുറത്ത് അടുപ്പത്തുനിന്ന് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നെയ്ച്ചോറ് അടുപ്പത്തെന്ന് വെച്ചാൽ എപ്പോഴും പാളിപ്പോക്കാണ് പതിവ്. എന്ന് വെച്ചാൽ ഒന്നുകിൽ ചോറ് അടിക്ക് പിടിക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഒരു മാതിരി ആയിരിക്കും കിടക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇത് ചിക്കൻ കോരുന്നുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ചെറിയൊരു ഫ്രൈ, മറ്റേ എന്താ പറയേണ്ടത്, ഷാലോ ഫ്രൈ അത് പറയാം. അങ്ങനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം, ഡീപ്പ് ഫ്രൈനേക്കാളും. അപ്പോൾ ഇത് നമ്മൾ മസാല ഇടുമ്പം നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. ഒന്നിനും ഒരു കടിച്ച് വലിച്ച് പറിച്ചെടുക്കണ്ട. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനും കൂടി ഇടുന്നുണ്ട്. പിന്നെ ആ ടൈമിൽ ഞാൻ എൻ്റെ ഉള്ളി ഫ്രൈ ചെയ്തത് കോരി മാറ്റുന്നുണ്ട്. അതേ നെയ്യിലേക്ക് തന്നെയാണ് ഞാൻ നമ്മുടെ അരി കഴുകിയതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നെയ്ച്ചോറാക്കുന്നത്. അപ്പം നെയ്യിൻ്റെ അകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെയ്യ് മാത്രം ഉണ്ടാകുന്ന ആ ചൊയ എന്ന് വെച്ചാൽ അതിൻ്റെ രുചി മാറി കിട്ടും. നെയ്ച്ചോറിന് ഞാൻ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാറ്. അപ്പോൾ അത് ആ സൈഡിലൂടെ പണി നടക്കുന്ന ടൈമിൽ തന്നെ ഞാൻ എന്ത് പണിയെടുക്കുന്നത് വെച്ചാൽ ഒരു കാലും കയ്യിലും പോയ ഒരു കുക്കർ ഉണ്ടായിരുന്നു. പഴയ കുക്കറാണ്, എന്നാൽ ആൾ കിടുവാതെ നല്ല പണിയൊന്നും തരാതെ നന്നായിട്ട് വിസിലൊക്കെ അടിക്കുന്നതായതുകൊണ്ട് ഞാനതെടുത്ത് അതിൻ്റെ അകത്ത് തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, ഒരു പിടിയോളം മറ്റേ മല്ലിയിലയും പുതിനയിലയും അതും കൂടി ഇട്ട് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുത്ത് പിന്നെ മസാലകൾ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല, എല്ലാ മസാലകളും ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ ഒരു പാക്കറ്റ് ബിരിയാണി മസാല ഉണ്ടായിരുന്നു, അതും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടുന്നുണ്ട്. ഒരു കാര്യം വിട്ടുപോയി, ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ കേട്ടോ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മുടെ കറിവേപ്പില മാത്രമേ ഞാൻ ഈ ബിരിയാണിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞെക്കിപ്പിഴിഞ്ഞിട്ട് നമ്മുടെ കെച്ചപ്പും കൂടി ഉണ്ടായിരുന്നു. കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ രണ്ടും ഒരേ സമയത്താണ് വാങ്ങിച്ചത്, സോയാ സോസും അതെ കെച്ചപ്പ് അതെ. പക്ഷേ കെച്ചപ്പ് തീരാൻ കാരണം നമ്മൾ ഉഴുന്നുവടക്ക് വരെ എന്ന് പറയേണ്ടത് ടച്ചപ്പായിട്ട് നമ്മൾ കെച്ചപ്പ് ഉപയോഗിക്കും, അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ ആ കുളത്തിലായത്. പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് ചെറിയ കുക്കറായതുകൊണ്ട് തന്നെ അത് ഇളക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിൽ മാത്രമേ അടിക്കേണ്ട ആവശ്യം വരുള്ളൂ.
അപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. തൈരിൻ്റെ അകത്തുനിന്ന് ആ ഉള്ളി ഇങ്ങനെ ഇതാക്കി ഞെക്കിപ്പിഴിഞ്ഞ് കുഴക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിക്കോളും. ആ ടൈമിൽ എൻ്റെ ചോറ് ആയിട്ടുണ്ട്. ഞാനതിന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. വിസിലോടെ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ സിമ്പിളാണ്, പക്ഷേങ്കിൽ കുറച്ച് പിള്ളേഴ്സൊക്കെ ആകുമ്പോൾ മാനേജ് ചെയ്തിട്ട് പോക്ക് വലിയ പാടായത് കൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ മസാലയും കൂടി വേറൊരു ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട്. രണ്ടും കൂടി ദമ്മിടുന്നില്ല, കാരണം വയറിന്ന് നല്ലോണം ദമ്മായതുകൊണ്ട് എല്ലാവരും ഇടുന്ന ഓരോരു സൈഡിൽ നിന്ന് എന്താ പറയേണ്ടത് വിശക്കുന്നു അങ്ങനെ ഇങ്ങനെ അശരീരികളൊക്കെ വരുന്നതുകൊണ്ട് ദമ്മിടാണ്ട് സിമ്പിളായിട്ട് നമ്മൾ മറ്റേ ഈ കാറ്ററിംഗുകാരൊക്കെ ഇങ്ങനെയല്ല ബിരിയാണി, റൈസ് വേറെ പീസ് വേറെ അതുപോലത്തെ ടൈപ്പാണ് ഞാൻ ആക്കിയത്. അപ്പം നമ്മുടെ ടെസ്റ്ററായ പൊന്നുസിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് കുക്കിംഗ് ചെയ്താലും അവളാണ് എൻ്റെ ടെസ്റ്റർ. അപ്പോൾ അവളെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് എപ്പോഴും പറയാറ്, വീഡിയോക്ക് മുന്നിലും അതിന് ശേഷവും. അങ്ങനെ അവൾക്ക് ലെഗ് പീസാണ്, അവൾക്ക് മാത്രമല്ല എനിക്കും ലെഗ് പീസ് തന്നെയാണ് ഇഷ്ടം. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ചിക്കൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംഭവം ലെഗ് പീസ് തന്നെയായിരിക്കും അല്ലേ. അങ്ങനെ അവൾക്കത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അതിനിടയിൽ ഇവർക്കൊക്കെ കൊടുത്ത് അവരൊക്കെ വയറ് നിറക്കുന്നുണ്ട്. അപ്പം പൊന്നൂസ് ഇപ്പോൾ അഭിപ്രായം പറയുന്നത് കേൾക്കാം കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ കുഞ്ഞു ബിരിയാണി. അപ്പോൾ മിന്നൂസിന് ഞാൻ കൊടുക്കുന്നുണ്ട്. മിന്നൂസ് കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ കാല് നീട്ടിയിരുന്ന് അതിൻ്റെ അകത്ത് വെച്ച് മടിയിലൊക്കെ വെച്ചിട്ട് അത് അവൾ കഴിക്കാറ്. പൊന്നൂസ് പിന്നെ സ്വന്തമായിട്ടുള്ള ഭക്ഷണം കഴിപ്പിന് ഇടയ്ക്കിടയ്ക്കൊക്കെ പണി മുടക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് വാരി കൊടുക്കാറ്. അത് അവൾക്കൊരു വാശിയാണ്. അപ്പം ഞാൻ തന്നെ വാരി കൊടുക്കും. പിന്നെ പൊതുപോലെ നമ്മളിപ്പോൾ അമ്മമാർ വാരി തരുമ്പോൾ വായും കൊണ്ട് ചെല്ലാറുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മ വാരി തരുമ്പോൾ കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ മക്കൾക്ക് നമ്മൾ വാരി കൊടുക്കാണ്ട് പിന്നെ ആര് വാരി കൊടുക്കാനാണ്. അപ്പോൾ അതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമാണെന്ന് കരുതി മടിയൊക്കെ മാറ്റി വെച്ച് മക്കൾക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുക. അപ്പോൾ ആ ടൈം നോക്കിയാൽ അറിയാം 8:50 ആണ്. 50-55 ആ റേഞ്ചിലാണ് നമ്മുടെ ക്ലോക്ക് കിടക്കുന്നത്. ആ ടൈം ആകുമ്പോഴാണ് നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചത്. പിന്നെ വലിയ ടൈമൊന്നും ആയില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് സമയം എടുത്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി അരിയലും അങ്ങനത്തെ സംഭവങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മിന്നൂസിന് പാൽ കൊടുക്കൽ, അങ്ങനെ അവരെ ഇപ്പം അവർ പഠിപ്പിക്കാനിരിക്കൽ, അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും ടൈമായത്. അപ്പോൾ രാത്രിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം അടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് സീനായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ വർക്ക്ഷോപ്പിൽ വാഹനങ്ങൾ കിടക്കുന്ന പോലെ ഒരുമാതിരിയായിരുന്നു. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പാത്രം പടിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ അവളുടെ മുടി കെട്ടിക്കൊടുക്കുന്നതാണ് കാണുന്നത്. മുടി എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ കെട്ടിക്കൊടുക്കും, ഇടയ്ക്ക് എനിക്ക് മടി വരുമ്പം നമ്മൾ പരട്ട തലച്ചുകളെ പോലെ തന്നെ കിടക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇന്ന് കുറച്ച് നല്ലൊരു മൂഡായതുകൊണ്ടും ഞാനൊന്ന് ചിക്കൊക്കെ കളഞ്ഞ് ഒന്ന് ചെറിയൊരു മസാജിങ്ങൊക്കെ കൊടുത്ത് മുടിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് കിടന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മളങ്ങനെ മുടിയൊക്കെ രാത്രിയിൽ വാരി കെട്ടിയിട്ടാണ് കിടക്കാറ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി പിന്നെ അതൊന്നും വലിയ മൈൻഡില്ല, നെവർ മൈൻഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഈവനിങ് ടു നൈറ്റ് റൂട്ടീനാണ് കാണിച്ചത്. അപ്പോൾ ഇതിനിടയിൽ കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് ചുരുക്കിയെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.